അങ്ങ് പിന്നെ അങ്ങയുടെ മുഖമൊക്കെ ആൾക്കാർക്ക് പരിചിതമാണ്, ചർച്ചയിലൊക്കെ കണ്ട് അല്ലേ? സലീം അടവൂർ ആൾക്കാർക്ക് പരിചയമുണ്ട്. അപ്പൊ ഇത് എവിടെയാ നിങ്ങൾ പഠിപ്പിച്ചെന്ന് പറയുന്നത്? കോഴിക്കോട് കാരന്തൂർ മാർക്കസ് ഹൈസ്കൂൾ. ഓക്കെ, കാരന്തൂർ അല്ലേ? മാർക്കസ് ഹൈസ്കൂൾ അല്ലേ? ഇദ്ദേഹം അന്ന് വരുമ്പോഴും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു ഇത്? ഏകദേശം ഇതിന്റെ ഒരു 80% അപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? കാര്യം ഇദ്ദേഹം പറഞ്ഞതൊന്നും കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. ഇല്ല, അതൊരു ജനറ്റിക് ആണെന്നുള്ളത് വേറെ ചികിത്സ ഡിസോർഡർ ആയിട്ടാണോ ഇത് അന്ന് കണക്കാക്കിയത്? ഓക്കെ, അന്ന് അല്ലേ? പിന്നീട് ഇത് എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകിച്ചും ഒരു ഗവേഷണത്തിന്റെ ശ്രദ്ധയിലൊക്കെ പെട്ടത് ഇത്? അത് അവൻ ആക്സിഡന്റ് വന്ന സമയത്ത് അവന് നിരന്തരമായിട്ട് ഇഞ്ചക്ഷനും ഇതൊക്കെ കൊടുത്ത് സ്കാനിങ് ചെയ്തു ആവർത്തിച്ച്. അപ്പോഴാണ് അവൻ പറയുന്നത് എന്റെ ഇത് ശരീരം ഇങ്ങനെ തന്നെയാണ്, നേരത്തെ ഇത് വീങ്ങി തടിച്ചു വന്നതല്ല. അപ്പോ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ പരിശോധനയും ഗവേഷണവും അങ്ങനെയാണ് തിരിയുന്നത്. തുടക്കത്തിൽ ആ ഒരു ഗവേഷണം നടന്നിട്ടില്ല. ഇല്ല, ശരീരം വീങ്ങിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലാതെ ജനറ്റിക് ആയിട്ടുള്ള പ്രയാസമാണെന്ന്. ഓക്കെ, താങ്കൾ ഫ്രണ്ട്സാണ്. എന്താ പേര് ഫ്രണ്ടിന്റെ? റിയാസ്. എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാനിവിടെ നാട്ടിലാണ്, ഡ്രൈവറാ. ഓക്കെ, നിങ്ങൾ എവിടെ ഒന്നിച്ച് പഠിച്ചത്? മർക്കസിലാണ്. അപ്പൊ അന്നേ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം? അറിയാം. ഓക്കെ, താങ്കൾ? സാദിഖ്. ഓക്കെ, സാദിഖും മർക്കസിൽ പഠിച്ചാണോ? അതെ, മർക്കസില്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? അതോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജോലി ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഇദ്ദേഹത്തിന്റെ മത്സരത്തിൽ ഇദ്ദേഹത്തിന് കാലിടറിയാലൊന്ന് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവസാന അധ്യാപകൻ താങ്കൾക്കും സഹായിക്കാം. തീർച്ചയായും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? മുഖരടി. താങ്കൾക്ക് ലക്ഷദ്വീപിൽ കുറെ കാലം ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാ കൂടുതൽ താല്പര്യം തോന്നിയത് ജീവിക്കാൻ? സ്വന്തം നാട്ടിൽ, ലക്ഷദ്വീപിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കാര്യം എന്തായിരുന്നു? കേരളത്തിലാണല്ലോ പഠിച്ചതൊക്കെ, ഇപ്പൊ മർക്കസിലൊക്കെ അല്ലേ കൂടുതലെല്ലാം പഠിച്ചത്? കാരണം എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പക്ക് ഇങ്ങനെ തോന്നി, വാപ്പ വലിയ പഠിച്ച ആളൊന്നുമല്ല, സാധാരണ ഹോട്ടലൊക്കെ നടത്തുന്ന ആളാണ്. അങ്ങനെ വാപ്പക്ക് തോന്നി പഠിക്കാനുള്ള മൂഡിലേക്ക് എന്നെ അങ്ങനെ ആക്കിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ സ്ഥലത്ത് എൻ്റെ വിദ്യാഭ്യാസമാണ്. ഓക്കെ, എവിടെ വരെ പഠിച്ചു? ഞാൻ PG വരെ പഠിച്ചു. എന്തായിരുന്നു മെയിൻ കൊമേഴ്സ്? എംകോം ആണ്. ഏത് കോളേജിലായിരുന്നു? ഞാൻ MES കോളേജിൽ ഡിഗ്രിയും PSMO കോളേജിൽ. PSMO തിരുവരങ്ങാടിയാണ്. ഓക്കെ, അവിടെയാണ് എംകോം കഴിഞ്ഞത് അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് പാപ്പയെ കുറിച്ച് പറഞ്ഞു. പിന്നെ രണ്ട് ബ്രദേഴ്സ്, 2 സിസ്റ്റേഴ്സ്. അവർക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? അവരെല്ലാം നോർമൽ ആളുകളാണ്, അവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല അല്ലേ? ഉമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. താങ്കളുടെ ഏത് പ്രായത്തിലത്? ഉമ്മയെ കണ്ടിട്ടില്ല, ഓർമ്മയില്ല. കാരണം ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഇത്ര ചെറിയ പ്രായത്തിൽ മരിച്ചു. എന്റെ പ്രായം സ്കൂളൊക്കെ പഠിക്കുന്നതിനെ ഞാൻ 9ാമത്തെ വയസ്സിലെന്നാണ് എന്റെ കണക്ക് നോക്കിയാൽ. അങ്ങനെ ആകുമ്പോൾ എന്റെ പ്രായം കുറെ 4 ഒക്കെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഉമ്മയെ കണ്ടിട്ടില്ല. കാരണം ഈ അടുത്തേക്ക് നിർത്താനുള്ള ഒരു കാരണം ഉമ്മയാണ്. ഉമ്മ അത്ര എന്നെ സ്നേഹിച്ചിരുന്നു. എന്നെ മറ്റേ മക്കളെക്കാൾ എന്നെ നോക്കണമെന്ന് മരിക്കുന്ന അവസരത്തിൽ പോയി ഉമ്മ പറഞ്ഞിരുന്നു. പല ഡോക്ടറെ, ഉമ്മയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഡോക്ടറും ഞാൻ ഒരു പരിപാടി കോഴിക്കോടിൽ അന്നെത്തിയപ്പോൾ എന്നെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, മോൻ ഇന്ന ഉമ്മയുടെ മകനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്കറിയുന്നത് 20 വർഷം കഴിഞ്ഞ ശേഷം ഈ കഥ അറിയുന്നത്. 20 കൊല്ലത്തിന് മുമ്പുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു അല്ലേ? ഡോക്ടർ അവിടുത്തെ ഒരു പത്മശ്രീ വാങ്ങിയ ഡോക്ടറാണ് റഹ്മത്ത് ബീഗം. റഹ്മത്ത് ബീഗം എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ഉമ്മ മടിയിൽ കിടന്നാണ് മരിച്ചത്. ആ ഡോക്ടറാണ് ബാക്കി ഡോക്ടർ വരുന്നു ഇവാക്യുവേറ്റ് ചെയ്താണ് ഒരു ദ്വീപിൽ നിന്ന് മറ്റു ദ്വീപിലേക്ക് സീരിയസ് ആയപ്പോൾ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഡോക്ടർ തന്നെ കൊണ്ടുവരുന്ന. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് വന്നപ്പോഴും ഉമ്മ പറയുന്നുണ്ടായിരുന്നു മടിയിൽ, എന്നെ ഈ മകനെ നോക്കണേത്. ആ മകനാണ്. ലക്ഷദ്വീപിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ കൊച്ചിയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ മാർഗമില്ലല്ലേ? എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അല്ലേ? ആശുപത്രിയിലാകണമെങ്കിൽ നമ്മൾ ആംബുലൻസ് പിടിച്ച് പോകാൻ പറ്റത്തില്ല, എയർ ആംബുലൻസേ പറ്റൂ അല്ലേ? അത് നിരന്തരമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമാണത്. ഉപയോഗിക്കപ്പെടും. അതിനെല്ലാം വേറെ രക്ഷയില്ല, വേറെ വഴികളില്ല, സാഹചര്യമില്ല. നല്ല ഡോക്ടേഴ്സിനും നല്ല ഹോസ്പിറ്റലും കിട്ടണം, ഇങ്ങോട്ട് വരണം. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ